ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ആനൂസ് യമ്മി കിച്ചൺ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആൻഡ് കിഡിലായിട്ടുള്ള ഒരു ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. ഇതുപോലെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കനെക്കാട്ടിയും എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കട്ടത്തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ കട്ടത്തൈരാണ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഈ ഒരു മസാല അധികം ലൂസായിട്ട് പോകാനായിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. മസാല ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിക്കനിലെ വെള്ളം നന്നായി പോയതിനു ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. വെള്ളമായി ഉണ്ടെങ്കിൽ മസാല നന്നായി ലൂസായിട്ട് പോകും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് കിട്ടണമെന്നില്ല. അപ്പൊ അത് ആ വെള്ളം നന്നായിട്ട് പോയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അത് ചിക്കന് നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് വേണം കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്, എന്നാലാണ് ആ ഒരു നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടത്തുള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇനി ഇത് റെസ്റ്റിനോടും വെക്കുമ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവർ നല്ലതുപോലെ തന്നെ ഇതിൽ പിടിച്ച് കിട്ടും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 3 മണിക്കൂർ റെസ്റ്റിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 3 മണിക്കൂർ പറ്റിയില്ലെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റിനായിട്ട് വെക്കണം, എന്നാൽ മാത്രമേ ഇതിൽ നന്നായി മസാല പിടിച്ച് കിട്ടത്തുള്ളൂ. ഇപ്പൊ അതവിടെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു 3 മണിക്കൂറും ഫ്രിഡ്ജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു സമയത്താണ് ഇതിലേക്ക് കുറച്ചുകൂടി ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ മുട്ട നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് വേണ്ടത് ഇത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ആണ്. അപ്പൊ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ മിക്സ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും ലൂസ് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്, എന്നാലാണ് ആ കോട്ടിങ്ങോട് കൂടിയിട്ട് കിട്ടത്തുള്ളൂ. ചിക്കൻ നല്ലതുപോലെ വെന്ത് നല്ല മുരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഒരു സൈഡ് റെഡി ആയി വരുമ്പോഴത്തേക്കും ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല മുരിഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ ആ ചിക്കനോട് നന്നായി വെന്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് എണ്ണയിൽ നിന്നെടുത്ത് കോരി മാറ്റി വെക്കാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പപ്പടം നീളനെ കീറിയെടുത്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഉള്ളില് നല്ല സോഫ്റ്റ് ആയിട്ടും പുറത്തിത്തിരി ക്രിസ്പി ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചു നേരം ഒന്ന് മസാല തേച്ച് റെസ്റ്റിന് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും കാണാം.